വിശദമായ വാർത്തകൾ നോക്കാം. യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പിൽ യുവമോർച്ചക്കാർ വോട്ട് ചെയ്തുവെന്ന് പത്തനംതിട്ടയിൽ BJP വിട്ട് CPIM-ലെത്തിയ യദു കൃഷ്ണൻ. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടിന് വേണ്ടി 400 വോട്ടുകളാണ് യുവമോർച്ചക്കാർ ചെയ്തത്. സഹായിച്ചിട്ടും തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ടാണ് തുറന്നു പറച്ചിലെന്നും യദു പറഞ്ഞു. ഞങ്ങൾ BJP-യിലെ സൂരജ് അലന്തൂർ എന്ന് പറഞ്ഞ ഒരാൾ BJP-യിൽ നിന്ന് യുവമോർച്ചയ്ക്കൊരു നേതൃത്വം കൊടുക്കുകയും അവിടെ നിന്ന് യുവമോർച്ചയിലെ എല്ലാ പ്രവർത്തകരും ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നും വോട്ടുകളായിട്ട് 350-400 വോട്ടുകൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇന്ദുചൂടൻ, വിജയ് ഇന്ദുചൂടൻ ജില്ലാ പ്രസിഡന്റ്. ആ വോട്ട് ഞങ്ങളൊരു 400 പേരോളം വോട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ ഒരു 40 പേരോളം ഞങ്ങളുടെ പ്രദേശത്തു നിന്ന് തന്നെ വോട്ടുകൾ ചെയ്യിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വോട്ടുകൾ ചെയ്യിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിഷേധിക്കുകയാണെങ്കിൽ അതിനുള്ള തെളിവുകളായിട്ട് അടുത്ത ദിവസം ഞാൻ വരും. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, യദു ഉന്നയിച്ചിരിക്കുന്നത് ഒരു ചെറിയ ആരോപണമല്ല, ഏറെ ഗൗരവമുള്ള ഒരു ആരോപണമാണ്. ഈ ഒരു സാഹചര്യത്തിൽ യദു പറയുന്ന കാര്യങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തെളിവ് പുറത്തുവിടുമെന്ന് യദു പറയുന്നുണ്ടല്ലോ, അതെന്തൊക്കെയാണെന്ന് യദു വ്യക്തമാക്കുന്നുണ്ടോ? അതായത് കഴിഞ്ഞ ദിവസമാണ് 2 ഗ്രാം കഞ്ചാവുമായി ഇത്തരത്തിൽ യുവാവിനെ പിടിച്ചുവെന്ന വാർത്ത വരുന്നത്. CPIM അത് അപ്പോൾ തന്നെ തള്ളിക്കളഞ്ഞു. കള്ളക്കേസാണ്, അയാളുടെ പക്കൽ നിന്നും കഞ്ചാവും പിടിച്ചിട്ടില്ല എന്നൊരു വിശദീകരണം CPIM നൽകി. പക്ഷേ എക്സൈസ് ഈ വിഷയത്തിൽ CPIM-നെ തള്ളിക്കൊണ്ട് നിലപാട് സ്വീകരിച്ചു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വലിയ മാർച്ച് മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലേക്ക് പത്തനംതിട്ടയിൽ നടന്നത്. അതിൽ നേതൃത്വം നൽകിയതാകട്ടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ അടക്കമുള്ള നേതാക്കളാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ ആക്ഷേപം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടനെതിരെ തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട യദു കൃഷ്ണൻ ഉന്നയിക്കുന്നത്. തങ്ങൾ ഉൾപ്പെടെ യുവമോർച്ചക്കാരാണ് പൂർണ്ണമായി വോട്ട് ചെയ്തത്. അത് മലയാലപ്പുഴ കുമ്പഴ മേഖലയിൽ നിന്ന് 400ഓളം ആളുകളുടെ വോട്ടുകൾ ഇത്തരത്തിൽ യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വിജയ് ഇന്ദുചൂടിന് ലഭിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ താൻ തന്നെ 40ഓളം ആളുകളുടെ വോട്ടുകൾ ചെയ്യിച്ചിട്ടുണ്ട്. സൂരജ് ഇലന്തൂർ എന്ന യുവമോർച്ചയുടെ നേതാവ് മുഖാന്തരമാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചത്. അങ്ങനെ യുവമോർച്ചക്കാരാണ് പൂർണ്ണമായി 400ഓളം ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളത്. തങ്ങളുടെ പക്കൽ തെളിവുകളുണ്ട്, ഇത് പുറത്തുവിടും. താൻ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് മനോവിഷമം കൊണ്ടാണ്. കാരണം ഇത്തരത്തിൽ തങ്ങളെ നേരിട്ട് വന്ന് വിജയ് ഇന്ദുചൂടൻ അടക്കമുള്ള ആളുകൾ കണ്ടിട്ടുണ്ട് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഇത് നിഷേധിച്ചാൽ തെളിവുകളടക്കം പുറത്തുവിടുമെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ ഒരു പ്രതികരണം അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പ്രതികരണം നടത്താമെന്നും തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവിധ. ശരി ശ്രീജിത്ത്, ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമാകുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് കുറച്ചുകൂടി വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ യുവമോർച്ചക്കാർ വോട്ട് ചെയ്തുവെന്ന് പത്തനംതിട്ടയിൽ BJP വിട്ട് CPIM-ലെത്തിയ യദു കൃഷ്ണൻ പറയുന്നു. പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ് CPIM-ലേക്ക് സ്വീകരിച്ച കാപ്പ പ്രതിക്കൊപ്പം വധശ്രമ കേസ് പ്രതിയും SFI പ്രവർത്തകരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിലെ പ്രതി സുധീഷാണ് CPIM-ലെത്തിയത്. 2023 നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം. കേസ് ഒത്തുതീർത്തെന്നും കേസുകളിൽ ഉൾപ്പെട്ടവർ പാർട്ടിയിലേക്ക് വരുന്നതിൽ തെറ്റൊന്നുമില്ല എന്നും CPIM ഏരിയ സെക്രട്ടറി MV സഞ്ജു വ്യക്തമാക്കി. SFI പ്രവർത്തകരുമായി സംഘർഷം ഉണ്ടായതിൻ്റെ ഭാഗമായി എടുത്ത കേസാണ്. പക്ഷേ ആ കേസ് നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇതിൽ പ്രതികളായ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ഒത്തുതീർപ്പ് ഈ വാദികളും പ്രതികളുമായി നടത്തിയിട്ടുണ്ട്. അവർ CPIM-ൻ്റെ ഭാഗമായി അല്ല DYFയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഇനി ആ കേസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 2 വാദിയും പ്രതിയും സംയുക്തമായി കോഷ് പെറ്റീഷനുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ BJP പ്രവർത്തകർ ഈ CPIM-ലേക്ക് വന്നതിന് പിന്നാലെ തന്നെ ആരോപണങ്ങൾ ഇങ്ങനെ നിറയുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ഒന്നാണ് ഈ വാർത്ത. എന്താണ് ഇതിലെ നിജസ്ഥിതി? CPIM കാര്യമായ അന്വേഷണമൊന്നും നടത്താതെയാണോ ഇത്തരക്കാർക്ക് പാർട്ടി അംഗത്വം നൽകിയത്? CPIM-ൽ അംഗത്വം നൽകുന്ന സംവിധാനമില്ല. പാർട്ടിയിലേക്ക് സ്വീകരിക്കുക, അതിനുശേഷം അനുഭാവി ഗ്രൂപ്പിലും അതുപോലെ തന്നെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പും പിന്നീട് ശ്രീജിത്തിന്റെ ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇടപെടുകയാണ്. പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ് CPIM-ലേക്ക് സ്വീകരിച്ച കാപ്പ പ്രതിക്കൊപ്പം വധശ്രമ കേസ് പ്രതിയും എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. SFI പ്രവർത്തകരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിലെ പ്രതി സുധീഷാണ് CPIM-ലെത്തിയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത് തുടരാം.
നേരത്തെ പ്രവിധ പറഞ്ഞതുപോലെ CPM-ൽ അങ്ങനെ ഒറ്റയടിക്ക് അംഗത്വം ലഭിക്കില്ല. അത് കാൻഡിഡേറ്റ് മെമ്പർഷിപ്പും അതുപോലെ തന്നെ ഫുൾ മെമ്പർഷിപ്പും എന്ന തരത്തിൽ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷം മാത്രമേ CPM-ൽ അംഗത്വം ലഭിക്കുള്ളൂ. പക്ഷേ അനുഭാവികളായ പാർട്ടി ആളെ ചേർക്കാറുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച 62 പേർ CPM-ലേക്ക് എത്തിയത്. അതിലാണ് SFI പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിലെ 2023 നവംബറിലാണ് ഈ സംഭവം നടക്കുന്നത്. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടായി. ബാലസംഘത്തിന്റെ ജില്ലാ സെക്രട്ടറിയായ അഭിജിത്ത് അടക്കമുള്ള ആളുകളെ ആക്രമിച്ചു, മാരകായുധങ്ങളുമായി ആക്രമിച്ചു, പരിക്കേൽപ്പിച്ചു, വധിക്കാൻ ശ്രമിച്ചു എന്നതാണ് കേസ്. എന്നാലും ഈ കേസിലെ 4ാം പ്രതിയാണ് സുധീഷ്. സുധീഷിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പോലീസ് രേഖകളിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. CPM നേതൃത്വം പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം അല്പസമയം മുൻപ് CPM-ന്റെ ഏരിയ സെക്രട്ടറി, പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജു തന്നെ നൽകുന്നൊരു സാഹചര്യം ഉണ്ടായി. പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന ആളുകളാണ്, പാർട്ടിയിലേക്ക് എത്തിയ ആളുകളാണ്. സ്വാഭാവികമായി ഇനി അങ്ങനെ ഒരു കേസുമായി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി നിയമപരമായി തന്നെ ഒത്തുതീർക്കാൻ വേണ്ടി കോടതിയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അക്കാര്യത്തിൽ യാതൊരു വിവാദത്തിന്റെയും ആവശ്യമില്ല. യുവമോർച്ചയിൽ നിൽക്കുന്ന സമയത്തുള്ള രാഷ്ട്രീയ കേസുകളാണ് എന്നൊരു വിശദീകരണമാണ് CPM നൽകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു വിവാദത്തിനില്ല എന്നും CPM നേതൃത്വം പറയുന്നു. അവർ ഇപ്പോൾ CPM-ന്റെ ഭാഗമാണ്, പാർട്ടി അനുഭാവികളാണ്. സ്വാഭാവികമായി ആ കേസ് അങ്ങനെ തന്നെ തീർന്നു എന്നൊരു വിശദീകരണമാണ് CPM നേതാക്കൾ നൽകുന്നത്. ശരി, ശ്രീജിത്ത് പറഞ്ഞതുപോലെ അവർക്ക് പാർട്ടി മെമ്പർഷിപ്പ് എല്ലാം നൽകിയത് അവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഈ വിഷയത്തിൽ മുൻപുണ്ടായിരുന്ന കേസ് ക്വാഷ് ചെയ്യാനുള്ള നടപടികൾ ഇപ്പോൾ നടത്തുന്നു എന്നതുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ശ്രീകുമാറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എല്ലാ വർഷവും ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസ് ആയി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ. അടിയന്തരാവസ്ഥയുടെ വേദനകൾ സഹിച്ചവരുടെ സംഭാവനകൾ അനുസ്മരിക്കാനാണ് ഇതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ നീക്കത്തെ കോൺഗ്രസ് രൂക്ഷമായി വിമർശിച്ചു. ജൂൺ 4 മോദി മുക്ത് ദിവസ് ആയി ആചരിക്കുമെന്ന് ജയറാം രമേശ് പ്രതികരിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, വിവരങ്ങൾ. പ്രവിത, എല്ലാ വർഷവും ജൂൺ 25, അതായത് 1975 ജൂൺ 25-നാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി. ഈ കാര്യം ഉയർത്തിക്കാട്ടുന്നതിനും പ്രചരണം നടത്തുന്നതിനും ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ ഈ ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസ് അഥവാ ഭരണഘടനാ ഹത്യാ ദിവസ് ആയി ആചരിക്കാൻ തീരുമാനിക്കുകയും അതിനായി ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നു. അടിയന്തരാവസ്ഥയുടെ വേദനകൾ സഹിച്ചവരുടെ ത്യാഗങ്ങൾ, സംഭാവനകൾ അത് അനുസ്മരിക്കാനാണ് ഈ ദിവസം ആചരിക്കുന്നതെന്നാണ് ആഭ്യന്തരമന്ത്രി നൽകുന്ന വിശദീകരണം. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെ പ്രതിരോധത്തിന്റെയും ജ്വാല നിലനിർത്താൻ വേണ്ടിയാണ് ഇത് എന്നും അത് ഭീകരത ആവർത്തിക്കുന്നതിൽ നിന്നും കോൺഗ്രസ് പോലുള്ള സ്വേച്ഛാധിപത്യ ശക്തികളെ തടയും എന്നുമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെതിരെ കടുത്ത പ്രതികരണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിലും അതിന് ശേഷമുള്ള ഘട്ടത്തിലും പാർലമെന്റ് സമ്മേളനത്തിലടക്കം ഭരണഘടന കേന്ദ്ര സർക്കാരിനെതിരെ BJP-ക്കെതിരെ ആയുധമായി പ്രചരണം നടത്തുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു മറുപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ജയറാം രമേശ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഈ ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കുമ്പോൾ മറുപടിയായി തെരഞ്ഞെടുപ്പ് ഫലം വന്ന ജൂൺ 4 മോദി മുക്തി ദിവസ് എന്നാണ് ജയറാം രമേശ് പ്രതികരിച്ചിരിക്കുന്നത്. മാധ്യമ തലക്കെട്ടുകളിൽ ഇടം നേടാനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമമാണ് ഈ ജൂൺ 25 ആചരണമെന്നും 10 വർഷം പ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടപ്പാക്കിയ പ്രധാനമന്ത്രിക്ക് ജനങ്ങൾ വ്യക്തിപരവും രാഷ്ട്രീയവും ധാർമ്മികവുമായ പരാജയം ഏൽപ്പിച്ച ദിവസമാണ് ജൂൺ 4 എന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് ജനാധിപത്യം എന്നാൽ ഡെമോക്രസിയാണ് എന്ന പ്രതികരണവും ജയറാം രമേശ് നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് വീണ്ടും കോൺഗ്രസും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിനു കൂടി വഴിവെച്ചിരിക്കുകയാണ്. പ്രവിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന അധ്യാപകൻ മരിച്ചു. നിലമ്പൂർ ഗവൺമെന്റ് മാനദേവൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ അജീഷാണ് മരിച്ചത്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് തിരൂരിൽ നിന്ന്. സമീർ, ഇദ്ദേഹം ചികിത്സയിലായിരുന്നല്ലോ, എപ്പോഴായിരുന്നു മരണം? മറ്റു വിവരങ്ങൾ. പ്രവിധ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോട് കൂടിയാണ് അധ്യാപകനായിരിക്കുന്ന അജീഷ് കോഴിക്കോടുള്ള ആശുപത്രിയിൽ വെച്ച് മരിച്ചിരിക്കുന്നത്. അദ്ദേഹം മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്നു. കൊല്ലം ഈസ്റ്റ് കല്ലട സ്വദേശിയാണ് അജീഷ്. നിലമ്പൂരിലെ സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തു വരികയാണ്. കഴിഞ്ഞ 10 ദിവസം മുന്നെയാണ് അജീഷിന് ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് മഞ്ഞപ്പിത്തമാണ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ അദ്ദേഹത്തെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നാലെ ഈ രോഗം കരളിനെ ബാധിച്ചതിനെ തുടർന്ന് കോഴിക്കോട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ മാറ്റുകയായിരുന്നു. പിന്നീട് കരളിനെ ബാധിച്ചു. പിന്നീട് ആരോഗ്യനില വഷളാവുന്നതിനെ തുടർന്നാണ് അത് ICUലേക്ക് മാറ്റി. തുടർന്ന് ഇന്ന് 3 മണിയോട് കൂടിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന്. ഇപ്പോൾ കിട്ടിയത് തുടരുന്നു. പോക്സോ കേസ് പ്രതിയായ പരിശീലകൻ N മനുവിനെ തിരിച്ചെടുത്തതിൽ വീഴ്ച സംബന്ധിച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ചില കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യപ്രകാരമാണ് മനുവിനെ തിരിച്ചെടുത്തത്. കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചില്ലെന്ന് കുറ്റസമ്മതം. ഇവിടെ ഞങ്ങൾക്ക് ഒരു
വീഴ്ച KCAക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇല്ലാന്ന് ഞങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ മനോനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് അല്ല, വീഴ്ച പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. അന്ന് ഞങ്ങൾക്ക് പറ്റിയ വീഴ്ച ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാകാതിരിക്കാം. ആ കുട്ടികളെയും പേരൻസിനെയും വിശ്വസിച്ചു. കാര്യം 12, 13, 10, 13 വയസ്സുള്ള കുട്ടികളാണ് പറയുന്നത് തിരിച്ചെടുക്കണം, ഇത് കള്ളവരറിയാണെന്നത്. ഇത് ഞാൻ പറയുന്നത് വിത്ത് പ്രൂഫാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവരെ പോലീസ് സ്റ്റേഷനിലും ഈ പറഞ്ഞ പേരൻസിലെല്ലാം പോയി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കാണിച്ചു തരാം. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, കുറ്റസമ്മതം നടത്തുന്നുണ്ട്, ഇനി എന്ത് നടപടി ഉണ്ടാകുമെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ടോ? പ്രവിത, അതായത് ഈ സംഭവം നടന്നിട്ട്, അതായത് ഈ പരാതി ഉയർന്നിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം 1 മാസത്തിന് ശേഷമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഒരു വിശദീകരണം ഈ സംഭവത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആരോപണ വിധേയനെ ഒരു തരത്തിലും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംരക്ഷിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള വിശദീകരണം, ന്യായീകരണമാണ് ആദ്യം തരുന്നത്. പക്ഷേ അപ്പോൾ പോലും ഇത്തരത്തിൽ ജാഗ്രത കുറവുണ്ടായി, വീഴ്ച സംഭവിച്ചു, അസോസിയേഷന് വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള കുറ്റസമ്മതം അവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഈ 10 വർഷത്തിനിടയിൽ 6-ലധികം കുട്ടികളെ, ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഈ ക്രിക്കറ്റ് അസോസിയേഷന്റെ ആസ്ഥാനത്ത് വെച്ച് പലയിടങ്ങളിലായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്ന തരത്തിലുള്ള ഗൗരവകരമായ ആരോപണമാണ് ഇയാൾക്കെതിരെ ഉയർന്നത്. മാത്രമല്ല 2022 ഇയാൾക്കെതിരെ ഒരു പരാതി ഉണ്ടാകുകയും ഇര മൊഴിമാറ്റി പറഞ്ഞതുകൊണ്ട് മാത്രം ജാമ്യം ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം ചില സമ്മർദ്ദങ്ങൾക്ക് വിധേയനായി ക്രിക്കറ്റ് അസോസിയേഷനിൽ വീണ്ടും പരിശീലകനായി എത്തിയതിനു ശേഷം അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ക്രിക്കറ്റ് അസോസിയേഷന്റെ ഈ വിശദീകരണം അത് എത്രത്തോളം വിശദീകരിക്കാൻ കഴിയുന്നുണ്ട് അവർക്ക് ഈ സംഭവത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീഴ്ച സമ്മതിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ വലിയ ജാഗ്രത കുറവ് ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് അവർ തന്നെ വിശദീകരിക്കുന്നത്. പ്രവിത, ശരി. പോക്സോ കേസ് പ്രതിയായ പരിശീലകൻ M. മനുവിനെ തിരിച്ചെടുത്തതിൽ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ച് സ്പീക്കർ AN ഷംസീർ. ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ചരിത്ര നിമിഷം പൂർത്തിയാകില്ലെന്ന് സ്പീക്കർ. ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരണം. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു ഇന്ന് പ്രസംഗം നടത്തിയത്. ഇപ്പോഴിതാ സ്പീക്കർ ഉമ്മൻചാണ്ടിയെ പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. എന്തൊക്കെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ വിശദാംശങ്ങൾ? പ്രവിധ, നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്ന് വിഴിഞ്ഞത്ത് നടന്ന ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പേരെടുത്ത് പറയുക അല്ലെങ്കിൽ ആ സർക്കാരിന്റെ കാലത്ത് നടന്ന നടപടികളെ കുറിച്ചൊന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നില്ല. അതിൽ വലിയ വിയോജിപ്പുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ സ്പീക്കർ AN ഷംസീറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അത് ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ ഇച്ഛാശക്തിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിനിടയിലാണ് ഇത്തരത്തിൽ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും അതുപോലെ തന്നെ ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല എന്ന ഈ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഓർത്തുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ് നിലവിൽ AN ഷംസീർ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ 2015 ഈ തുറമുഖം നിർമ്മാണം ആരംഭിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ അതിനായി എടുത്ത പല നടപടികളും അതും വിട്ടുപോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത് പറയാതെ പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ സ്പീക്കറിന്റെ ഈ കുറിപ്പ് വന്നിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ടാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ച സ്പീക്കർ AN ഷംസീർ ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ കാലഹരണപ്പെട്ട നേതാവെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. പ്രതിപക്ഷ നേതാവിനെ വിഴിഞ്ഞത്തെ ചടങ്ങിൽ വിളിക്കേണ്ടതായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പറയാത്തത് മര്യാദകേടാണെന്നും K. സുധാകരൻ വിമർശിച്ചു. അല്ലെങ്കിലും സർക്കാരിന് അത്രയല്ലേ മര്യാദയുള്ളൂ. മര്യാദയുള്ളൊരു സർക്കാർ അല്ലല്ലോ. പ്രതിപക്ഷത്തെ ബഹുമാനിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സ് വേണ്ടേ? ആ ഒരു നല്ല മനസ്സുണ്ടെങ്കിലല്ലേ അവരെയൊക്കെ വിളിക്കുള്ളൂ. അവിടെ ഞാനൊക്കെ അതിനകത്തൊരു പുത്തരിയൊന്നുമല്ല. ഇതൊരു വളരെ വളരെ ഓൾഡ് ടൈപ്പ് ആളുകളാണ്. പിണറായി വിജയനൊക്കെ കാലഹരണം വന്നൊരു നേതാവാണ്. അവരിൽ നിന്നൊന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസവും. വിഴിഞ്ഞം തുറമുഖം ട്രയൽ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി മുൻ നേതാക്കളുടെ പേര് പരാമർശിക്കാത്തതിൽ വിവാദം വേണ്ടെന്ന് ജോസ് കെ മാണി MP. എല്ലാവർക്കും പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ KM മാണിയും ഉണ്ടായിരുന്നല്ലോ എന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനകത്ത് എല്ലാവർക്കും പങ്കുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മാണി സാറും ഉണ്ടായിരുന്നല്ലോ. അത് എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായി, അതാണല്ലോ ഫ്ലോർ ഓഫ് ദി ഹൗസ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിനകത്ത് കൃത്യമായി പറഞ്ഞു. അതെന്താ റിക്കാർഡ്സിലല്ലേ അതിനകത്തുണ്ടെന്നുള്ളത്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു.